യോഗപ്രഭാവാദ് ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതി ദൃക്ഷുമേനം സപ്താഹമാസ്വേതി വദന്നയാസീഹി. വിവർത്തനം. തതഃ പിന്നീട്, ഭവദാജ്ഞയാ ഏവ അങ്ങയുടെ ആജ്ഞയാൽ തന്നെ, മുനിന മുനിയാൽ, സത്യവ്രതനാൽ, യോഗപ്രഭാവാത് യോഗത്തിൻ്റെ മഹത്വത്താൽ, പയോധിം സമുദ്രത്തിലേക്ക്, നീതഃ നയിക്കപ്പെട്ട, ത്വം അങ്ങയെ, അമുന ഇവനാൽ, സത്യവ്രതനാൽ തന്നെ, പൃഷ്ടഃ അപേക്ഷിക്കുന്നവനായി, കൽപ്പതി ദൃക്ഷും ഏനം പ്രളയം കാണാൻ ആഗ്രഹിക്കുന്നവനായ അദ്ദേഹത്തോട്, സപ്താഹം 7 നാൾ, ആസ്വഹ കാത്തിരുന്നാലും, ഇതി എന്ന്, വദൻ പറഞ്ഞുകൊണ്ട്, അയാസീഹി അപ്രത്യക്ഷമായി. വിവർത്തനം. പിന്നീട് അങ്ങയുടെ നിർദ്ദേശത്താൽ തന്നെ സത്യവ്രതൻ യോഗശക്തിയുടെ മഹത്വത്താൽ സമുദ്രത്തിലേക്കു കൊണ്ടുപോയി. തടാകത്തിലും ഉൾക്കൊള്ളാനാവാത്തത്ര വലുപ്പം മത്സ്യത്തിന് ഉണ്ടായപ്പോൾ, സത്യവ്രതൻ തന്നെ പ്രളയത്തിൽ പെട്ടപ്പോൾ അങ്ങയെ മത്സ്യാവതാരത്തെ ആശ്രയിക്കുകയും 7 നാൾ കാത്തിരിക്കാൻ അങ്ങ് നിർദ്ദേശിച്ചിട്ട് അപ്രത്യക്ഷനാകുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.